സീസൺ 3യുടെ അവസാനം ഡീമൺ സ്ലെയറിൽ നമ്മുടെ നെസുക്കോ സണ്ണിന് ഇമ്മ്യൂണായി മാറുന്നുണ്ട്. പിന്നെ സൺലൈറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ നെസുക്കോയ്ക്ക് വേറൊരു പ്രശ്നം വരുന്നില്ല. ഫസ്റ്റ് 3 നമ്മുടെ നെസുക്കോ മരിക്കുന്ന പോലെയൊക്കെ കാണിക്കും, പിന്നീട് ഇമ്മ്യൂണായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നെസുക്കോ എന്തുകൊണ്ടാണ് സണ്ണിന് അല്ലെങ്കിൽ സണ്ണായിട്ട് ഡാമേജ് വരാണ്ട് മറ്റു ഡീമോൺസിൻ്റെ പോലെ മൂസാൻ ഡീമോൺ കിങ് മൂസാന് പോലും സണ്ണിനോട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ മരിക്കും. പക്ഷേ നെസുക്കോ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ സണ്ണിനോടുള്ള ഇമ്മ്യൂണിറ്റി എങ്ങനെ വീണ്ടെടുത്തു, അതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുന്ന മുമ്പ് ഇതുപോലെ മലയാളത്തിലുള്ള ആനിമി കണ്ടൻറ്റുകൾക്കൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക് ടു ടോപ്പിക്. അപ്പോൾ നെസുക്കോ ഒഫീഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ ഡീമൺ സ്ലെയർ മാങ്കാക്ക അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി അവരൊന്നും ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ മാങ്കയിലോ ഇതുവരെയായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് നെസുക്കോ സണ്ണിന് ഇമ്മ്യൂണായി എന്നുള്ള കാര്യത്തിൽ. പക്ഷേ 3 തിയറീസാണ് ഇതിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സണ്ണിന് എക്സ്പോസ് ആയിട്ടും നെസുക്കോ എന്തുകൊണ്ട് മരിച്ചില്ല അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എങ്ങനെ വീണ്ടെടുത്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു 3 തിയറീസാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തിയറി നമുക്ക് നോക്കാം. ഫസ്റ്റ് തിയറിയിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെസുക്കോ വരുന്നത് കാമഡോ ഫാമിലി. ഇപ്പോൾ നമ്മുടെ ടാഞ്ചറോ സൺ ബ്രീത്ത് യൂസ് ചെയ്യണ കാമഡോ ഫാമിലി പാരമ്പര്യമായിട്ട് ഈ സൺ ബ്രീത്തിങ് ആണ് യൂസ് ചെയ്യണത്. യുറിച്ചിൻ്റെ ഫ്രണ്ടാണ് ഈ കാമഡോ ഫാമിലിയിലത്തെ ആൻസിസ്റ്റർ. പുള്ളിക്കാരൻ പഠിപ്പിച്ചു കൊടുത്ത സൺ ബ്രീത്തിങ് ആണ് അറിയാം, ബേസിക് ഫോമാണ്. എല്ലാ ബ്രീത്തിങ് സ്റ്റൈലും ഡിറൈവ് ചെയ്തതും ഡീമൺസിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു ബ്രീത്തിങ് ഫോമും ഈ സൺ ബ്രീത്തിങ് ആണ്. അപ്പോൾ നെസുക്കോൻ്റെ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൺ ബ്രീത്തിങ് യൂസേഴ്സിൻ്റെ കാരണം അതുകൊണ്ടാണ് നെസുക്കോ സണ്ണിനോട് എക്സ്പോസ് ആയിട്ടും മരിക്കാത്തത് അല്ലെങ്കിൽ ഇമ്മ്യൂൺ ആയത് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ തിയറി. പക്ഷേ ആ തിയറി പൊതുവെ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഓൾറെഡി മൂസാൻ ചിലപ്പോൾ പണ്ടേ തന്നെ ഈ സൺ ബ്രീത്തേഴ്സിനെ കൊന്നുകളഞ്ഞതിന് പകരം ഒന്നെങ്കിൽ അവരെ ആ ഡീമോനാക്കി മാറ്റിയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ സണ്ണിന് ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തിയറിക്ക് ബേസ് ഉണ്ടെങ്കിൽ കൂടിയും ആ തിയറി അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് പൊതുവെ ഫാൻസ് അംഗീകരിക്കണില്ല ആ ഒരു തിയറിയെ. പിന്നീട് വരുന്ന രണ്ടാമത്തെ തിയറിയാണ് നെസുക്കോൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നെസുക്കോ ഡീമോനാണ് മറ്റു ഡീമോൺസിനെ പോലെ തന്നെ. പക്ഷേ നെസുക്കോ മാത്രമാണ് നമ്മുടെ ഡീമൺ സ്ലെയർ സീരീസിൽ ഹ്യൂമൻസിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്ലഷ് കഴിക്കാത്തത്. അതുപോലെ തന്നെ നെസുക്കോ എനർജി വീണ്ടെടുക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. നെസുക്കോ കൂടുതൽ ഉറങ്ങും തോറും നെസുക്കോയ്ക്ക് ആ ഒരു റെസിസ്റ്റൻസും അതുപോലെ തന്നെ പവറും കൂടും. അതുപോലെ തന്നെ മറ്റു ഡീമോൺസിനെ സ്ലാഷ് ചെയ്യാനുള്ള ബ്ലഡാണ് നമ്മുടെ നെസുക്കോൻ്റെ ബ്ലഡും. അപ്പോൾ ഹ്യൂമൻസിന് ഈറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി ബ്ലഡിൽ വന്നതുകൊണ്ടാണ് സണ്ണിനോടും അത് ഇമ്മ്യൂണായി മാറിയതെന്നാണ് രണ്ടാമത്തെ തിയറി. പക്ഷേ ഈ ഒരു തിയറി അധികം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം പൊതുവെ അങ്ങനൊരു ചാൻസ് വരാൻ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫ്ലഷ് കഴിക്കാത്ത കാരണം ഒരിക്കലും സണ്ണിന് ഇമ്മ്യൂൺ ആവണം ഒരു ഡീമോൺ എന്നില്ല. അപ്പോൾ ഈ ഒരു തിയറിയും പൊതുവെ ഫാൻസ് അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. ഇനി ഏറ്റവും കൂടുതൽ ഫാൻസ് അംഗീകരിച്ചിട്ടുള്ള തിയറിയാണ് നമ്മുടെ മൂന്നാമത്തെ തിയറി. ഇതാണ് പൊതുവെ എല്ലാ ഒരു തിയറിയേക്കാളും മറ്റ് 2 തിയറിയേക്കാളും ഇത്തിരി കൂടി അക്സെപ്റ്റ് ചെയ്തും അതുപോലെ ഫാൻസ് വിശ്വസിക്കുന്നതും ഈ ഒരു തിയറിയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നെസുക്കോൻ്റെ ഫാമിലി, ടാഞ്ചറോ നെസുക്കോൻ്റെ ഫാമിലി ഒരു മൗണ്ടൈനിലാണ് ജീവിക്കുന്നത്, ഒരു ഹില്ല്, ഒരു സ്നോ മൗണ്ടൈൻ. അപ്പോൾ നമുക്കറിയാം സ്പൈഡർ ലില്ലി എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ് നമുക്ക് മൂസാനും ആവശ്യമുള്ളത്. അത് കഴിച്ചാൽ മാത്രം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാക്റ്റ് വെച്ചാൽ മാത്രമാണ് ഒരു ഡീമോന് അല്ലെങ്കിൽ മൂസാന് ഡീമോൺസിന് സണ്ണിനോട് റെസിസ്റ്റൻസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തിയറി സജസ്റ്റ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെസുക്കോൻ്റെ ഫാമിലി അല്ലെങ്കിൽ ടാഞ്ചറോൻ്റെ ഫാമിലി കാമഡോ ഫാമിലി ജീവിച്ചിരുന്ന മൗണ്ടൈനിൽ ഈ ഒരു ലില്ലി, ഈ സ്പൈഡർ ലില്ലി എന്ന് പറഞ്ഞാൽ ഈ നീലപ്പൂവ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അത് ഭക്ഷിച്ചിട്ടുണ്ടാവും. കാലക്രമേണ തണുവ് കാലം അത് ഭക്ഷിക്കും. ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കണ പോലെ ഒരു ഭക്ഷണം പദാർത്ഥമായിരിക്കും ഒരു സ്പൈഡർ ലില്ലി. അപ്പോൾ ഒരു സ്പൈഡർ ലില്ലി കഴിച്ച് നെസുക്കോൻ്റെ ബ്ലഡിൽ അത് ഇട ചേർന്നുണ്ടാവും അല്ലെങ്കിൽ ഇട കലർന്നുണ്ടാവും. അതോടൊപ്പം തന്നെ സൺ ബ്രീത്ത് യൂസർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എന്നാൽ ഡീമൺസിന് ഏറ്റവും കൂടുതൽ പവർ അല്ലെങ്കിൽ സണ്ണിന് പവർ റെസിസ്റ്റൻസ് കൊടുക്കണം ഈ സ്പൈഡർ ലില്ലിയും സൺ ബ്രീത്തിങ്ങും ഒത്തുചേർന്ന് പിന്നെ നെസുക്കോ ഡീമോനായി മാറി. അപ്പോൾ ആ ഡീമോൺസിൻ്റെ പവറും വന്ന് അങ്ങനെ 3 കൂടി കമ്പൈൻ ചെയ്ത കാരണമാണ് നമ്മുടെ സണ്ണിനോടുള്ള റെസിസ്റ്റൻസ് നെസുക്കോ വീണ്ടെടുത്തതെന്നാണ് കാരണം പറയുന്നത്. അപ്പോൾ നെസുക്കോൻ്റെ ഫാമിലി ജീവിച്ചിരുന്ന ഹില്ലിൽ അല്ലെങ്കിൽ ആ ഒരു മൗണ്ടൈനിൽ, ആ ഒരു സ്നോ മൗണ്ടൈനിൽ ഓൾറെഡി ആ സ്പൈഡർ ലില്ലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെസുക്കോൻ്റെ ഒരു ഫുഡ് ഹാബിറ്റിൽ ഉണ്ടായിരുന്നതാണ് ഈ സ്പൈഡർ ലില്ലി. പിന്നെ ഡീമോനായി മാറിയപ്പോൾ നെസുക്കോൻ്റെ ബ്ലഡും ഒരു കോമ്പിനേഷൻ വഴി സ്പൈഡർ ലില്ലിയുടെ പവർ കൂടിയാണ് നമ്മുടെ നെസുക്കോ ഈ സണ്ണിന് റെസിസ്റ്റൻസ് ആയി മാറിയെന്നാണ് മൂന്നാമത്തെ തിയറി. അപ്പോൾ ഈ ഒരു തിയറിയാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഡീമൺ സ്ലെയറിൻ്റെ ഫാൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എന്നുള്ളത് താഴെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.